ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് സാറിൻ്റെ ചെറിയൊരു സന്ദേശം. ഫ്രെയിംസ് ഹയർ സെക്കൻഡറിയിലെ അധ്യാപകരുടെയും ജേർണലിസം വിദ്യാർത്ഥികളുടെയും ജേർണലിസം അധ്യാപകരുടെയും കൂട്ടായ്മ ഒരു പുതിയ ഇനിഷ്യേറ്റീവാണ്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. പുസ്തകത്തിൽ എഴുതി വെക്കുന്നതും വായിക്കുന്നതും പരീക്ഷയിൽ എഴുതുന്നതും മാത്രമല്ല വിദ്യാഭ്യാസം. ഇത് ഓരോ കുട്ടികളുടെയും ടാലൻ്റ് അനുസരിച്ച് അവരെ മൊഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ജേർണലിസം അധ്യാപകർ ജേർണലിസത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയിലൂടെ പുതിയ സൃഷ്ടി. യഥാർത്ഥത്തിൽ ഇതിപ്പോൾ എത്ര മനോഹരമായിരിക്കും. വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തതെന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നല്ല എക്സ്പേർട്ടായിട്ടുള്ള ടാലൻ്റായിട്ടുള്ള പ്രഗത്ഭരായ ജേർണലിസ്റ്റിൻ്റെ ഒരു കൂട്ടായ്മയിലൂടെ രൂപപ്പെടുന്നതായിട്ട് നമുക്കിത് കാണാൻ കഴിയുള്ളൂ. ഇന്ന് നടന്ന കലോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിന് സമയത്തുള്ള വാർത്ത ഉൾപ്പെടെ കോർത്തിണക്കിക്കൊണ്ട് അതിമനോഹരമായി നല്ല ഒരു കിടയറ്റ ഒരു പ്രസിദ്ധീകരണമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് മറ്റ് മേഖലകളിലെ ജേർണലിസത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതൃകയാകേണ്ടതാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അവരുടെ ഇഷ്ടമനുസരിച്ച് താല്പര്യമനുസരിച്ച് കഴിവനുസരിച്ച് അവരെ രൂപപ്പെടുത്തിയെടുത്ത് പാകപ്പെടുത്തിയെടുത്ത് വളർത്തിയെടുക്കുന്ന ഒരു ഏറ്റവും നല്ല ഒന്നാണ് ഫ്രെയിംസിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രസിദ്ധീകരണമായാലും ചാനലായാലും ഇതെല്ലാം തന്നെ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളെല്ലാം വിദ്യാർത്ഥികളിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനമാണിത്. ഫ്രെയിംസിൻ്റെ ഈ പ്രസിദ്ധീകരണങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമല്ല പൊതുജനങ്ങൾക്കും ഏറ്റവും പ്രയോജനം ചെയ്യുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും ജേർണലിസം അധ്യാപകരെയും ജേർണലിസം താല്പര്യമുള്ള വിദ്യാർത്ഥികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജേർണലിസം മേഖലയിൽ നിങ്ങളുടെ മാറ്റുരയ്ക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം കലാലയ ജീവിതത്തിൽ നിങ്ങൾ കിട്ടിയിരിക്കുകയാണ്. പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരുപക്ഷെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകളായി വരാനുള്ള ഒരു തുടക്കമായിരിക്കാം ഇത്. അതിന് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്മ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകുന്നു. നിങ്ങളുടെ പിന്നിൽ നല്ല ശക്തിയായി നിൽക്കുന്ന അധ്യാപകരുണ്ട്, ജേർണലിസത്തിൽ താല്പര്യമുള്ള അധ്യാപകർ. അവർ ഡെഡിക്കേറ്റഡായിട്ട് അവരുടെ അധ്യയന സമയത്തിനപ്പുറത്തേക്ക് സമയം ചെലവഴിച്ചുകൊണ്ട് കമ്മിറ്റഡായിട്ട് നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുകൊണ്ടാണ് ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നത്. അവരെയും നിങ്ങളെ ഒരുപോലെ അഭിനന്ദിച്ചുകൊണ്ട് ഫ്രെയിംസിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. യുവജനോത്സവത്തിൽ നിങ്ങളുടെ ഈ പങ്കാളിത്തം യുവജനോത്സവത്തിൻ്റെ മാറ്റ് കൂട്ടും എന്നുള്ള കാര്യം സംശയമില്ല. താങ്ക് യു സർ. താങ്ക് യു. കൂടിപ്പോയോ?